കിണറ്റിലെ പൂച്ച വീണ്ടേ പൂച്ച കിണറ്റിൽ വീണ ഞാനില്ല. ആരല്ല നമുക്ക് ആരെയൊക്കെ വിളിച്ചാ വരുവാ? ആരും ഇല്ലല്ലേ ഞാൻ ഇറങ്ങാം. എടാ ഇനി ഒന്ന് വീഡിയോ എടുക്കണേ. കയറ് വീഡിയോ എടുക്കണേ. ഇതൊക്കെ യൂട്യൂബിലിട്ട് റീച്ച് കൂട്ടാനേ. നോക്കണേ. എന്റെ മോളെ കിട്ടിയില്ല. ആ വീഡിയോ കിട്ടി, ഫുള്ള് കിട്ടി. ഇവനെന്ത് പൂച്ച വന്ന് ഞെന്തത് അറിയാ? അമ്മ നിങ്ങൾ വീഡിയോ എടുത്താട്ടെ. ഇനി അറിയില്ലേ രാജ് കഴിഞ്ഞിട്ട് ദിവസമായി ഇനി എവിടെ കണ്ട് പഠിക്ക് ഓടെ മാസം വരുമാനം അറിയാം ഉച്ചൂര്. ഇനി ആരുടെ കൊടുത്ത് കടമായിട്ട് കുടിച്ച് നടണം. പൈസ ഇല്ല ഇല്ലാന്ന് പറഞ്ഞ പോലെ ഓന്റെ വർത്തം കെട്ടി വെച്ച് കൊടുക്കേണ്ട വെച്ച വർത്താനാ. എത്ര കാലം നെറ്റ് വാങ്ങിക്കാൻ പറയുന്നത്? കിണറ്റിൽ പൂച്ച വീഴ എല്ലാം വാങ്ങാം. വെള്ളം കട്ടെ കുടിക്കേ. ഇല്ലല്ലോ ചാച്ചാ, ഞാനും പറയാൻ വരുന്നേ. ഇപ്പത്തെ നെറ്റ് ഭയങ്കര സ്ലോ. ഇപ്പൊ എങ്ങനെ ഭാവി തുറന്നല്ലോ. എടി പിള്ളേർ കളിക്കുന്നുണ്ട്, ഞാൻ പോയി കളിക്കേ. അതിനി ഫുൾ ഷൂട്ട് ചെയ്യണേ. എടാ പിള്ളേരെ ഞാനും കൂടി കളിച്ചോട്ടെ. ഫുട്ബോൾ കളിയോ ടെന്നീസ് കളിയല്ലോ. ഈ പ്രാവശ്യം പാടാനാ അവള് കേക്കണ്ട. വാ 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 ഇവിടെ കൂട്ടിക്കോടാ. അല്ല ചൊലയാക്കും. ടയേർഡായടാ. ഓള തന്നെയല്ല. നമുക്ക് പോവാം. എന്നാ പോ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. മതിയായി ടയേർഡായി. ഞാൻ വിചാരിക്കും പോയിരുന്നാലോ. സ്കൂളിൽ പോണല്ലോ. നാളെ അശ്വതിയൊന്നും ക്ലാസ്സിലുണ്ടാവില്ലല്ലോ. ഓളെ അമ്മേനല്ലേ മറ്റേ മയക്കുമരുന്ന് കൊന്ന്. ഈ മയക്കുമരുന്ന് എല്ലാത്തിനും കാരണം. നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന ഈ വിപത്തിനെ നാട്ടിൽ തന്നെ ഓടിക്കാൻ പറ്റും. ഇവിടെ പോലീസുകാരെ ചെറിയ കുട്ടികള് പറഞ്ഞു തീർന്നില്ല. അത് നോക്കിയാട്ടെ, മയക്കുമരുന്ന് വെക്കുന്ന മെയിൻ ആൾക്കാർ ഇവരെയാ പോലീസ് അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടോ? വെള്ളം കുടി. വാങ്ങണ്ട വാങ്ങണ്ട. ഇവിടെ വെള്ളം ഇതൊന്നും ഞമ്മക്ക് വേണ്ട. പോട് വിട്ടോ പോട്. എന്താണ് പ്രശ്നം? പിള്ളേർക്ക് ഉപകാരം വെച്ചാൽ വെള്ളം കൊടുത്താ വേണ്ട പോലും. എന്താ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കുടിച്ചാലേ? അയാൾ കുറച്ച് വെള്ളം തന്നല്ലേ? നമുക്ക് ഇങ്ങനെ വെള്ളമൊന്നും വേണ്ട. പോവാൻ പറഞ്ഞ പോവാ. It's terrific from Trinity Rodman.
പ്രകാശനൊന്നും വരുന്നില്ല എന്നാ പറയുന്നത്. ഇനി വരുന്നുണ്ട് വേഗത്തിൽ വാ. ഇവിടെ സാധനം വാങ്ങിച്ചിട്ട് എത്ര നേരായി എന്നെ കാത്തിക്കുന്നു. ഇങ്ങനെ മോനെ ഇവിടെ നിന്നുള്ള പരിപാടിക്കേ ഞാൻ ഇല്ല. ആന്നാടാ ആന്നാ പ്രശ്നം? രണ്ട് പുതുപോലത്തെ പെമ്പിളിൽ ഇറങ്ങിയിട്ട് ഓട്ടോയെല്ലാം എടുത്തിട്ട് എല്ലാം പോലീസിനെ അറിയിക്കുന്നു. എന്നാ അത് തന്നെയല്ലേ പ്രകാശൻ രവിയൊന്നും വിളിച്ചിട്ട് വരാതെ? ഓന്റെ വീഡിയോ അല്ലേ എല്ലാവരും കണ്ട് ഞാനും പോകാൻ എന്നാ പിന്നെ ഞാനെന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഞാനും പോകാം. ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വിശേഷങ്ങളായി പിന്നെ കാണാം. ബൈ. പൈസ അടച്ചിട്ടില്ല, ഞാൻ അടക്കാം അടുത്ത ആഴ്ച. എന്റെ മോക്ക് ഭയങ്കര ഡിമാൻഡ് അല്ലോ, യൂട്യൂബിൽ പൈസ വരുന്നുണ്ടല്ലേ. ഇതൊക്കെയായിട്ട് എന്റെ മോളെ ഫോട്ടം വരിക ഫോണിൽ വന്നിട്ട്. നമ്മൾ പോട്ടെ സുനി ചേച്ചി, നമ്മൾ പോട്ടെ. ശരി ഇത്രയൊക്കെ. ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നീ എന്നാണ് ചൊറിഞ്ഞോണ്ട് വരുന്നത്? ഒന്നുമില്ല. എന്താണോ പ്രശ്നം? ഒന്നുമില്ലാണ്ട് ഇനി ഇങ്ങനെ ചൊറിയൂലല്ലോ. ഒന്നുമില്ലാന്ന് പറയിട്ടില്ലേ? ഞാൻ നോക്കട്ടെ. ഇത് നാളെ പൊന്തീനി നല്ലോണം ചോദിയല്ലേ. ഇത് നടാ എടാ, സത്യം പറയടാ. അപ്പുറത്ത് വിട്ട സാബോട്ടില്ലേ, എനിക്ക് ഷേർട്ടിന് മറിച്ചെന്ന് ഒരോടെ ഞാൻ പോക്കില്ല. അന്നേരം ഓരോ ഇവിടെ ഒരു സംഭവം കെട്ടിത്തരുന്നുണ്ട്. എന്തിനാണ് കെട്ടിത്തരുന്നത് പറ. എന്തോ ഒരു വെള്ളപ്പൊടി പോലത്തെ കൊറേ പാക്കറ്റ് ഉണ്ടാവില്ല. ഇത് സീരിയസ് ആക്കി എടുക്കേണ്ട കാര്യമെന്നാ തോന്നുന്നു. ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കാം. ഇതിനായിട്ട് ആരോട് വാർത്തില്ല. ഇല്ല, നമുക്ക് പറയാൻ പേടിയാ. എനിക്ക് പാടാ പോണ്ടേ നാളെ. ഇനി പോകുമ്പോ നമ്മളോട് പറയണേ, ബാക്കി കാര്യം നമ്മളേക്ക്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടായിരിക്കും. പക്ഷേ നിങ്ങൾ സീരിയൽ മാറ്റി കഴിഞ്ഞോ? നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. പാനൂരിൽ വലിയ മയക്കുമരുന്ന് സംഘത്തെ പോലീസ് പിടികൂടി. ഇവരെ പിടികൂടാൻ സഹായിച്ചത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5 വിദ്യാർത്ഥികളാണ്. പാനൂരിൽ മയക്കുമരുന്ന് മാഫിയെ പിടിക്കാൻ പോലീസിനെ സഹായിച്ചത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5 വിദ്യാർത്ഥികൾ. മനുപ്രിയ, ജനിക, ദത്തു, ആദി, ശാന്തിലാൽ എന്നീ കുട്ടികളാണ് പോലീസിനെ കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നത്. നമുക്കറിയാം, ലഹരിയുടെ മഹാവിപത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു യുവതലമുറയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. നമ്മൾ പോലീസുകാർ ഈ ദൗത്യത്തിൽ പരാജയപ്പെടാം. പക്ഷേ ഈ കൊച്ചുകുട്ടികളുടെ അവസരോചിതമായ ഇടപെടലുകൊണ്ട് നമുക്ക് ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ നിങ്ങൾ എല്ലാ കുട്ടികളും അതുപോലെ രക്ഷിതാക്കളും വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള മയക്കുമരുന്ന് ലോബികളെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന എല്ലാ ശക്തികളെയും നേരിടാൻ പോലീസിന് സഹായകമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം എന്നും വേണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഇതിലമ്മേ എൻ്റെ സ്കൂൾ കുട്ടികളാണ്. ഇവരിങ്ങനെ വ്ളോഗെല്ലാം ചെയ്ത് യൂട്യൂബിലിട്ട് ഇപ്പം നല്ല പൈസയും കിട്ടുന്നുണ്ട്.
അങ്ങനെ ഒരു ദിവസം ഇവർ വീഡിയോ ചെയ്യുമ്പോൾ ഈ ലഹരി മാഫിയ സംഘം ഇവരെ വീഡിയോ പെട്ടു. അങ്ങനെ നാട്ടുകാരെ പിടിച്ച് ഇവരെ പോലീസ് ഏൽപ്പിച്ചു. ഇവരെ കൂടെ ഇപ്പോൾ 3 കുട്ടിയോട് ചേർന്നിട്ടുണ്ട്. ഇവർ ലഹരി മാഫിയ എന്നല്ല, ഈ നാട്ടിൽ എന്തനീതി കണ്ടാലും വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിടും. ഇങ്ങനെയുള്ള കുറച്ച് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നാട് രക്ഷപ്പെട്ട പോലെ ഈ ലഹരി മാഫിയ എന്ന് പറയുന്ന വിപത്തിൽ നിന്ന് നമ്മുടെ രാജ്യം തന്നെ രക്ഷപ്പെട്ടു പോകും.